ക്യാൻവയിൽ എങ്ങനെ മലയാളം ടൈപ്പോഗ്രഫി ഉപയോഗിക്കാം? ആദ്യം തന്നെ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ക്ലാസ് റൂം പോസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിലേക്കാണ് നമുക്ക് ടൈപ്പോഗ്രഫി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രാൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. ബ്രാൻഡ്, ഈ CEO എന്ന് പറയുന്ന ഗാലറിക്ക് പുറത്തായിട്ട് ബ്രാൻഡ് എന്നുള്ളത് കാണാം. ആ ബ്രാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിൽ ഇവിടെ ടെക്കി ടീച്ചർ തന്നെയാണ് നമ്മുടെ ബ്രാൻഡ് എന്നുള്ള ഉറപ്പിക്കുക. കാരണം ഇതിൽ 2 ബ്രാൻഡിൻ്റെ, ഒന്ന് WHS മുട്ടിലിൻ്റെ ബ്രാൻഡും ഉണ്ട്. അപ്പോൾ ഈ ടെക്കി ടീച്ചർ എന്നുള്ള ബ്രാൻഡിൽ നമ്മളിങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫിക്സ് എന്ന് കാണാം. ഗ്രാഫിക്സ് 1 ഫോൾഡർ, അതിൽ നേരെയുള്ള CO എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ മലയാളം ടൈപ്പോഗ്രഫി എന്നുള്ളത് നമുക്ക് ഒരു ഫോൾഡറായിട്ട് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട്, ഇപ്പോൾ വിജയിപ്പിക്കുക, വാർഷികം, ഉത്സവം, ഇങ്ങനെയുള്ള ഫോണ്ടുകൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച ഫോണ്ട്. ഇത് എഡിറ്റബിൾ ഫോണ്ടല്ല, പകരം ടൈപ്പോഗ്രഫി ആയിട്ടുള്ള ഫോണ്ടാണ്. പക്ഷേ നമുക്ക് നല്ല ഫോണ്ടുകളിൽ നിന്ന് കിട്ടും. ഉദാഹരണത്തിന് ഞാൻ ഉദ്ഘാടനം എന്നുള്ള ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് ഉദ്ഘാടനത്തിൻ്റെ വിവിധ രൂപങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ബ്ലാക്ക് ലെറ്ററിലായതുകൊണ്ടാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാനൊരു സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്ത് നമുക്കത് ആവശ്യാനുസരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിന് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് FXൽ പോയതിന് ശേഷം അവിടെ FX എന്നുള്ള മാജിക് സ്റ്റുഡിയോൻ്റെ പുറത്ത് FX എന്നുള്ള ഭാഗം കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ ഡിയോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ വ്യത്യസ്ത കളറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, വ്യത്യസ്ത കളറുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ടെക്കി ടീച്ചർ നിങ്ങളോടൊപ്പം.